കേരള ജനത മുഴുവൻ നെഞ്ചിലേറ്റിയത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 2 പ്രാവശ്യമായി LDF സർക്കാർ തന്നെ അധികാരത്തിലേക്ക് എത്തുന്നത്. എന്നാൽ വീണ്ടും ഒരു LDF സർക്കാർ തന്നെയായിരിക്കുമോ അധികാരത്തിലേക്ക് എത്തുന്നത് എന്നുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. LDF തന്നെയായിരിക്കും തുടർഭരണം? 90% LDF-നാണ്. LDF തന്നെയായിരിക്കും. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് വരാനാണ് സാധ്യത. വികസനം മാത്രമല്ല, കോവിഡ് മുതലുള്ളത് ഇങ്ങോട്ട് നോക്കിയാൽ പ്രളയം LDF ആണ് കൂടുതലും പൊതുജനങ്ങൾക്ക് വേണ്ടി. എന്റെ വിശ്വാസം, ഞാനും അത് അനുഭവിച്ചതാണ്. എനിക്കപ്പോഴേ LDF-കാരെ ഉള്ളുമായിരുന്നു. ഇപ്പോഴത്തെ ഒരു ഭരണത്തിന്റെ വെച്ച് നോക്കണമെങ്കിൽ ഭരണത്തിന്റെ എതിർ കക്ഷി ഇല്ലാത്തതുകൊണ്ട് വീണ്ടും LDF-ന് തന്നെ ചാൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. പ്രതിപക്ഷം ഒരാളല്ല, ഇത് മൊത്തത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഞാനാണ് എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂട്ടായ്മയില്ല, അത് ഇവിടെയില്ല എവിടെയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഭരണപക്ഷം വീണ്ടും ജനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം പ്രതിപക്ഷത്തിന് അതനുസരിച്ചുള്ള ആപ്റ്റായിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. പല ആൾക്കാരും ഉണ്ടെങ്കിൽ പോലും ഒരു ഏകോപനം ഇല്ലാത്ത അവസ്ഥ ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയൊന്നുമില്ല. LDF ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും എല്ലാം ഒരുപോലെ തന്നെ. അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതെന്താ പറഞ്ഞ മറ്റുള്ളവർ തല്ലടി കൂടുതലല്ലേ, അതാണ് അതിന് മെയിൻ ഓപ്ഷൻ. വേറെ ഒരാള് അത്രക്ക് നല്ല ഒരാളെ കാണാനില്ല. പിന്നെ പിള്ളേരും മെച്ചം തന്നെ. തുടർച്ചയായ ഭരണം നല്ല പോലെ നടക്കുന്നുള്ളത് കൊണ്ട് LDF വരാൻ സാധ്യതയുണ്ട്. ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണു ശങ്കർ.